നമസ്കാരം, എല്ലാവർക്കും ഗ്യാൻ അക്കാദമി മലയാളത്തിൻ്റെ ഒരു പുതിയ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് +2 ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിൻ്റെ റിമൈനിങ് ടോപ്പിക്കാണ്. ഇന്ന് നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഡെറിവേഷനാണ് നോക്കാനായിട്ട് പോകുന്നത്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. എല്ലാവരും A+ വാങ്ങണം എന്ന് പറയാറുണ്ട് അല്ലേ? എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് A+ വാങ്ങാനായിട്ട് സാധിക്കും? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അതിനുള്ള ഉത്തരം ഈ പോർഷൻസ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോൻ്റെ അവസാനം വരെ നിങ്ങൾ കണ്ട അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും. കൺസിഡർ 2 points A and B. It is separated by a small distance dr. Also consider a unit positive charge plus Q. അത് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡാണ് ക്യാപിറ്റൽ E. Let a unit positive charge be moved from A to B. എയിൽ നിന്ന് ബിയിലേക്ക് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് നമുക്ക് മൂവ് ചെയ്യണം. ഓക്കെ, സോ ഈ ചാർജ് കാരണം ഉണ്ടാവുന്ന +Q കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ക്യാപിറ്റൽ E ആയിട്ട് എടുത്തു. നമ്മൾ വേറൊരു പോസിറ്റീവ് ചാർജ്, യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എയിൽ നിന്ന് ബിയിലേക്ക് ഈ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യണം. ഓക്കെ, സോ സിൻസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഡിറൈവ് ചെയ്ത ഒരു റിലേഷൻ ആണ് അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് ഓർ നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. In mathematically we can write like this: E is equal to minus dV by dr. The work done in moving a unit positive charge from A to B. അപ്പോൾ നമുക്കറിയാം dV എന്ന് പറയുന്നതാണ് വർക്ക് ഡൺ അല്ലേ? വർക്ക് ഡൺ മൂവിങ് എ പോസിറ്റീവ് ചാർജ് ഫ്രം A to B. നമ്മുടെ ടാസ്ക് എന്താണ്? എയിൽ നിന്ന് ബിയിലേക്ക് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ മൂവ് ചെയ്യിക്കണം. അതിനാവശ്യമായിട്ടുള്ള വർക്കിനെയാണ് എന്ന് പറയുക പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുക. സോ dV is equal to ഈ ഒരു റിലേഷൻഷിപ്പിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? -E into dr. Therefore the total work done in moving the unit positive charge from infinity to a point P, distant r from Q, that is പൊട്ടൻഷ്യൽ അറ്റ് പി എന്ന് പറഞ്ഞാൽ, അതായത് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യാൻ എടുക്കുന്ന വർക്കിനെയാണ് പൊട്ടൻഷ്യൽ എന്ന് പറയുക അല്ലേ? സോ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് പി എന്നുള്ള പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ ആണ്. വർക്ക് ഡൺ ഇൻ മൂവിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് പി. എത്രയാണ്? ഇറ്റ് ഈസ് പൊട്ടൻഷ്യൽ അറ്റ് പി ഈസ് ഈക്വൽ ടു മൊത്തം, അതായത് ഈ ഒരു ചെറിയ വോൾട്ടേജിൻ്റെ ഇൻ്റഗ്രേഷൻ. സോ ബി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി വി വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഇതാണ് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് അല്ലേ? അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ ഇൻഫിനിറ്റിയിൽ നിന്ന് ഡിസ്റ്റൻറ്റ് ആറിലേക്ക്, ഡിസ്റ്റൻറ്റ് ഉള്ള ഒരു പോയിന്റിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്മുടെ ലോവർ ലിമിറ്റ് എവിടെയാണ്? എവിടെ കിടക്കുന്ന പോയിന്റ്? ഇൻഫിനിറ്റിയിൽ. അത് എവിടേക്കാണ് മൂവ് ചെയ്യേണ്ടത്? എന്നുള്ള ഡിസ്റ്റൻസ് ഉള്ള പോയിന്റിലേക്ക്. സോ ഇൻഫിനിറ്റി ടു r is the limit of this integral, and നമുക്കറിയാം RHS of dV എന്താണ്? -E dr. So we are going to integrate it. So electric field at a distance r from a point positive charge plus Q is given by, നമുക്ക് as per Coulomb's law electric field intensity എന്താണ്? E is equal to Q by 4πε0 into r square. ഇതാണല്ലോ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. So we got this relationship. Right. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഓഫ് ഇ നമുക്ക് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഫ്രം 1 and 2 we are going to compare these two equations. So we are going to put this ഇക്വേഷൻ, ഇൻ്റെ ഇക്വേഷൻ ഈ ഒരു 1ൻ്റെ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ നമുക്ക് എന്തെന്ന് വരും? V is equal to from infinity to r minus of Q by 4πε0 r square dr. ഇതിൽ ഏതൊക്കെ ടേംസ് are constant? -Q by 4πε0 is constant since the integration is with respect to r. So ഈ ഒരു ടേം മാത്രം മതിയല്ലോ, നമുക്ക് ബാക്കിയുള്ള ടേമിനെയൊക്കെ പുറത്തെടുക്കാമല്ലോ. So after integration this term becomes like this, and after simplification ലിമിറ്റ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ എന്തെന്ന് കിട്ടും? V is equal to Q by 4πε0 into r എന്ന് വരും.
Okay, thus the potential due to a point charge varies inversely as the distance. So distance vary ചെയ്യുന്ന അനുസരിച്ചിട്ട് potential എന്ത് ചെയ്യുന്നു? Inversely vary ചെയ്യുന്നു, which means V and R has an indirect proportion, or they are inversely related, inversely proportional. V is inversely proportional to R. R increase ചെയ്യുന്ന സമയത്ത് V ന്റെ വാല്യൂ കുറയും, R decrease ചെയ്യുമ്പോൾ V ന്റെ വാല്യൂ കൂടും. So ഈ 3 കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി, ഉറപ്പായിട്ട് നിങ്ങൾക്കും A+ കിട്ടും. A+ എന്ന് ഞാൻ പറയുന്നില്ല, 60 out of 60 കിട്ടും എല്ലാ സ്റ്റുഡൻസിനും. അങ്ങനെ ബ്രൈറ്റ് എന്നും ബിലോ ആവറേജ് ആവറേജിനൊന്നും ഞാൻ കാറ്റഗറൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും, നിങ്ങൾ ഓരോരുത്തർക്കും, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും തീർച്ചയായിട്ടും A+ കിട്ടും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ 3 കാര്യങ്ങൾ മാത്രം. ആദ്യമായിട്ട് നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ മനസ്സിലാക്കുക, സെൽഫ് അനലൈസ് ചെയ്യുക. സോ ഈ സെൽഫ് അനാലിസിസിലൂടെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ, എത്ര സമയം പഠിച്ചാലാണ് എനിക്ക് ഓർമ്മ നിൽക്കുക. നിങ്ങളുടെ മെമ്മറി കപ്പാസിറ്റി നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. സോ ചിലർക്ക് ഒരു തവണ വായിച്ചാൽ തന്നെ മനസ്സിലാവും, ചിലർക്ക് 2 തവണ, ചിലർക്ക് 3 തവണ, ചിലർക്ക് 5 തവണ. 5 തവണ നിങ്ങൾ വായിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു ദിവസം ജസ്റ്റ് 40 minutes. സോ സെക്കൻഡ് പോയിന്റ് ഇസ്, നിങ്ങൾ ഒരു ദിവസം 40 minutes ചിലവഴിക്കുക. 40 മിനിറ്റ് ഒരു ദിവസം ഫിസിക്സിന് വേണ്ടി 40 മിനിറ്റ് നിങ്ങൾ ചിലവഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും A+ കിട്ടും. കാരണം എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വെറും 10 മിനിറ്റിൻ്റെ അല്ലെങ്കിൽ 15, കൂടിപ്പോയ 15 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും അടുത്ത പ്രാവശ്യത്തെ April 2021 റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്കും A+ കിട്ടും. അപ്പോൾ നിങ്ങളുടെ ലേണിംഗ് ലെവൽ നിങ്ങൾ മനസ്സിലാക്കുക, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മനസ്സിലാക്കി. അപ്പം നമ്മൾ ചെയ്യുന്ന ഈ വീഡിയോസ് എന്ന് പറയുന്നത് വെറും 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു പോർഷൻ, ഞാൻ ചെറിയൊരു പോർഷനാണ് നിങ്ങൾക്ക് എടുക്കുന്നത് അല്ലേ. ഈ ഒരു പോർഷൻ 10 മിനിറ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു തവണ കേട്ടാൽ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഒന്നുകൂടി കേൾക്കുക. എന്നിട്ടും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പോർഷനാണ് മനസ്സിലാവാത്തത് എന്നുള്ളത് നോട്ട് ചെയ്ത് വയ്ക്കുക. അത് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് മെയിൽ അയക്കാം. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് ആ കാര്യങ്ങളൊന്ന് വായിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. ചുമ്മാ വീഡിയോസ് കേട്ടുകൊണ്ട് മാത്രം ഇരിക്കാതെ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് അത് ഒന്ന് റിവൈസ് ചെയ്യുക. ആ ഒരു 40 മിനിറ്റ്സ് നിങ്ങൾ ഒരു ചെറിയ ടോപ്പിക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കിനെ സംബന്ധിച്ച് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാനായിട്ടുള്ളൊരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ അടുത്ത സെഷനിൽ പുതിയൊരു വീഡിയോവുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.